my dear students. Welcome to Sapphire Future Academy Board Booster Series. മാത്സിലെ നമ്മുടെ ഫസ്റ്റ് ഓഡിയോ പോർഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മാത്സിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്താണ്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, ഇന്റഗ്രേഷൻ ഇസ് ദ ആന്റി ഡെറിവേറ്റീവ്. എന്നൊക്കെ അതിന്റെ മീനിങ്, ഡെറിവേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ഫോം ആണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഇന്റഗ്രൽ എന്ന് പേര് വിളിക്കുന്നത്, അല്ലെ? അതായത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം എന്താണ്? കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ആണെന്ന് പറയാം. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ആന്റി ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ ഈ ഇന്റഗ്രേഷൻ നമ്മൾ വിളിക്കുന്നത്, അല്ലെ? അതായത് ഇപ്പൊ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് is equal to capital F of x ആണ് വിചാരിക്കുക. അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പറയുന്നത്? ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണെന്ന് പറയാം? സ്മോൾ എഫ് ഓഫ് എക്സ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ പറയും ഇന്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് എന്തായിട്ട് പറയാം നമ്മൾ? അത് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സിന്റെ കൂടെ ഒരു പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് എടുക്കുന്നത്? സ്മോൾ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. സി ഇസ് എ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോൾ എന്താ വരിക? 0. അപ്പൊ ഇവിടെ ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എടുത്താലും ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചു പറയാമല്ലോ, ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഈ സി എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഏതൊരു ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ ആൻസറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കുന്നത്. അത് ഇക്വേഷൻ എഴുതുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസുകൾ ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വേണ്ട? നമുക്ക് ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യാറില്ല. സാധാരണയുള്ള എല്ലാ ഇന്റഗ്രേഷനകത്തും എന്ത് ചെയ്യണം? നമ്മൾ ആ കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ, അതായത് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ച കഴിഞ്ഞ കാര്യങ്ങളാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെ? അപ്പൊ ആ ഡെറിവേറ്റീവിനെ നമ്മൾ നേരെ തിരിച്ചു. ഇപ്പൊ എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അതിനെ നമ്മൾ നേരെ തിരിച്ചു പറയാം, എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. എക്സ് റൈസ് ടു 5ന്റെ ഇന്റഗ്രൽ ആരാ? എക്സ് റൈസ് ടു 6 ബൈ 6. എക്സ് റൈസ് ടു 10ന്റെ ഇന്റഗ്രൽ ആരാണ്? എക്സ് റൈസ് ടു 11 ബൈ 11. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ആരാണ്? എക്സ് ക്യൂബ് ബൈ 3. ആ റൂൾ അനുസരിച്ച് നമുക്ക് പറയാം എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആരാണ്? എക്സ് മീൻസ് എക്സ് റൈസ് ടു 1 ആണ്. അപ്പൊ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ ഡെറിവേറ്റീവ് മാറിപ്പോയത് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്, എന്നാൽ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്, അല്ലെ? പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇക്വേഷൻ പഠിക്കുന്നത്? ഇപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമുക്ക് പറയാം 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? എക്സ് ആണ്. അപ്പൊ 2ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 2x ആണ്. ഏതൊരു കോൺസ്റ്റന്റിന്റെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ ഡെറിവേറ്റീവ് എന്തായാലും നമുക്ക് 0 ആയിരിക്കും. എന്നാൽ ഏതൊരു കോൺസ്റ്റന്റിന്റെയും ഇന്റഗ്രൽ എടുക്കുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് ആ കോൺസ്റ്റന്റിന്റെ കൂടെ അത് ഏത് വേരിയബിൾ വെച്ചിട്ടാണോ ഡെറിവേറ്റീവ് എടുക്കുക. ഇപ്പൊ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നത് അവിടെ മിക്കവാറും ഇന്റഗ്രലും ഡെറിവേറ്റീവ് എല്ലാം നമ്മൾ ടി വെച്ചിട്ടാണ് പറയുക, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ ഇന്റഗ്രൽ 2dt എന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ എന്താ? 2t. അപ്പൊ ആ വിത്ത് റെസ്പെക്ട് ടു ദിസ് വേരിയബിൾ, ആ വേരിയബിൾ ആയിരിക്കും നമുക്ക് അവിടെ വരിക. അപ്പൊ നമ്മൾ അതാണ് പറയുന്നത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമുക്ക് പറയാം 1ന്റെ ഇന്റഗ്രൽ ആരാണ്? എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയതുകൊണ്ട് തിരിച്ചു പറയുന്നത് നമ്മുടെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? സൈൻ എക്സ്, അല്ലെ? അതെന്താന്ന് നോക്കാം. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ തിരിച്ചെങ്ങനെ പറയാ? മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ കോസ് എക്സ്, അല്ലെങ്കിൽ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? മൈനസ് കോസ് എക്സ്. ഇത് അങ്ങോട്ട് മാറിപ്പോകരുത്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, പക്ഷെ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ ആരാണ്? മൈനസ് കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് സൈൻ എക്സ് ആണ്, പക്ഷെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ ആര് മാത്രമേ ഉള്ളൂ? സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ
എക്സ് നമ്മൾ ഡെറിവേറ്റീവിന്റെ 5th ചാപ്റ്ററിനകത്ത് എല്ലാം ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അടുത്ത എന്തായിരുന്നു പറയുന്നത് കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ് മൈനസ് കോസീക് സ്ക്വയർ എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് തിരിച്ചു പറയാമല്ലോ കോസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ്. അപ്പൊ നമ്മളിവിടെ ഈ ആദ്യത്തെ ഇന്റഗ്രേഷനൊക്കെ മുഴുവൻ പറയുന്നത് ഡെറിവേറ്റീവ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ പഠിച്ചിരിക്കുന്നത് അതിനെല്ലാം നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. അതുപോലെ ഇൻവേഴ്സിന്റെ പഠിച്ചിട്ടുണ്ട്, ഇ റൈസ് ടു എക്സിന്റെ പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ തിരിച്ചു പറയാമല്ലോ ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ആര് തന്നെയാണ് ഇ റൈസ് ടു എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് തിരിച്ചു പറയുന്നു 1/xന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ് ലോഗ് എക്സ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി കൊടുക്കണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√(1 - x²). അപ്പൊ തിരിച്ചു നമുക്ക് പറയാം 1/√(1 - x²) ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതിന്റെ ഒരു മൈനസും കൂടി ഉണ്ടെങ്കിൽ ആ ഇന്റഗ്രൽ ആരായിട്ട് മാറി നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറും. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം 1/1 + x² ആണ്. അപ്പൊ തിരിച്ചു നമുക്ക് പറയാമല്ലോ 1/1 + x² ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഈ ആദ്യത്തെ ഈ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം ഡെറിവേറ്റീവ് വളരെ ഭംഗിയായിട്ട് ഇക്വേഷൻസ് അറിയാവുന്ന നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന കുറെ ഇക്വേഷൻസുകളാണ് നമ്മൾ കൂടുതൽ പറയാം. അപ്പൊ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്. അപ്പൊ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് തന്നെ വന്നു. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ 1/xന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് എക്സ്. എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ ഓർക്കുന്നുണ്ടോ? എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ലോഗ് എ ആണ്. അപ്പൊ അതനുസരിച്ച് ഇവിടെ നമുക്ക് പറയാം എ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ് എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് ടോപ്പിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ ഡിഫറൻസിയേഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇക്വേഷനെ അതിന്റെ കറസ്പോണ്ടിങ് ഇന്റർവൽസിലോട്ട് കൺവേർട്ട് ചെയ്ത് മാത്രമേ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ മേലെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് നോക്കി നിങ്ങൾക്കറിയാം. ട്രിഗ്നോമെട്രിയുടെ ആണെങ്കിലും സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് എക്സ് ആണെന്ന് അറിയാം. കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് ആണെന്നത്. അപ്പൊ ശരിക്കും ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിനകത്ത് ഈ രണ്ട് പേരുടെ ഇന്റഗ്രൽ നമ്മളിപ്പോ നിലവിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എല്ലാം നമ്മൾ തിരിച്ചു പഠിക്കുകയാണ്. അതായത് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആയതുകൊണ്ട് സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ആരാണ് ടാൻ എക്സ് എന്ന് പറഞ്ഞേ ഉള്ളൂ. അവിടെ ടാൻ എക്സിന്റെ ഇന്റഗ്രൽ പറഞ്ഞിട്ടില്ല. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് ആയതുകൊണ്ട് തിരിച്ച് നമ്മൾ പറയുന്നു സീക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ് സീക് എക്സ് ആണ്. അല്ലാതെ സീക് എക്സിന്റെ ഇന്റഗ്രൽ പഠിച്ചില്ല. അപ്പൊ നമുക്ക് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉള്ളതിൽ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും മാത്രമേ നമ്മൾ ഇന്റഗ്രൽ പഠിച്ചുള്ളൂ. ഇനി 4 കൂടി ഉണ്ട് അല്ലെ. ടാൻ എക്സ് കോട്ട് എക്സ് സീക് എക്സ് കൊസീക് എക്സ് അതൊക്കെ വേറെ പർട്ടിക്കുലർ റൂൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അതിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നതുള്ളൂ. അത് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ ഡെറിവേറ്റീവിനെ നമ്മൾ നേരെ ഇന്റഗ്രലിന്റെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് പോയാല് നമുക്ക് കുറെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നതെന്നുള്ള ആദ്യം പറയാം. നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2-3 ടോപ്പിക്കാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യൽ ഇന്റഗ്രൽസ്, അതുപോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഈ പറയുന്ന റൂൾസുകളൊക്കെ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം പാർട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോ കുറച്ച് ഇന്റഗ്രൽസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു നമുക്ക് ഇന്റഗ്രല് x³ - 1/x². ഇന്റഗ്രേഷന്റെ ഒരു ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് ആകുമ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്ന സാധനം പഠിക്കുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയും. എന്നാൽ ഇന്റഗ്രേഷൻ അത് കോഷ്യന്റ് റൂൾ എന്ന് പറയുന്ന സാധനം നമുക്ക് പഠിക്കുന്നില്ല. അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന ഏതൊരു ഫംഗ്ഷനെയും ഇന്റഗ്രേഷൻ ഒന്നുകിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആണോ നോക്കാം, ഇല്ലെങ്കിൽ അതിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഇന്റഗ്രൽസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ ഇന്റഗ്രേഷൻ അത് നമുക്ക് കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ നമുക്ക് ഇല്ല. അപ്പൊ ഒന്നുകിൽ ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കാം. ഇനി അഥവാ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഇന്റഗ്രൽസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് മെത്തേഡ് ചെയ്തു പോവാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഓരോ ടേമിനെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് x³ / x² - 1/x² എന്നതാ ഇതിനെ എഴുതാം.
ഈ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ് വരും. അപ്പോൾ ഇതിനെ എങ്ങനെ കൊടുത്തു നമ്മൾ ഇന്റഗ്രല് എക്സ് മൈനസ് 1 by x square becomes x raised to minus 2 dx എന്ന് കൊടുക്കാം. 1 by x ന്റെ ഇന്റഗ്രൽ log x ആണ്. അല്ലെങ്കിൽ 1 by x സ്ക്വയറിന്റെ ഇന്റഗ്രൽ ലോഗിന്റെ ടേമിലേക്ക് എഴുതാൻ പറ്റില്ല. 1 by x വന്നാൽ മാത്രമേ അതിന് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതി x raised to minus 2. x ന്റെ ഇന്റഗ്രൽ എന്താണ് x square by 2 മൈനസ്. അപ്പൊ x raised to minus 2 എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എങ്ങനെ വരും x raised to minus 2 plus 1. So it is x raised to minus 1 by minus 1. So that's equal to x square by 2 plus ഇതിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം 1 by x ഇങ്ങനെ കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാതെ ഇതിന്റെ ഇന്റഗ്രൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ. എങ്ങനെയാണെന്നറിയോ 1 by x ന്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടല്ലോ. 1 by x ന്റെ ഡെറിവേറ്റീവ് എത്രയാ -1 by x സ്ക്വയർ ആണ്. അപ്പോൾ ഈ കിടക്കുന്ന -1 by x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആര് വരും 1 by x വരും. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. ഇനി പെട്ടെന്ന് നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ പറയുന്നത് x സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം 1 by x ന്റെ ഡെറിവേറ്റീവ് -1 by x സ്ക്വയർ ആയതുകൊണ്ട് തിരിച്ചു പറയാം. -1 by x സ്ക്വയറിന്റെ ഇന്റഗ്രൽ ആരാണ് 1 by x. അത് x സ്ക്വയറിന് പകരം x ക്യൂബോ x raised to 4 ഒക്കെ ആണെങ്കിൽ ആ മെത്തേഡ് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ അതിന് ന്യൂമറേറ്ററിലോട്ട് എടുത്ത് കൺവേർട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ് x raised to 2 by 3 plus 1. എന്താണ് x raised to 2 by 3 ന്റെ ഇന്റഗ്രൽ x raised to 2 by 3 plus 1. x raised to 2 by 3 ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എങ്ങനെ വരും നമുക്ക് x raised to 2 by 3 plus 1 by 2 by 3 plus 1 plus 1 ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എത്രയാണ് x plus c. x raised to 2 by 3 plus 1. This becomes 3 plus 2. So it is x raised to 5 by 3 by 5 by 3 plus x എന്ന് എഴുതാം. ഈ 5 by 3 നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോരാമല്ലോ. അത് ഇതിന്റെ ന്യൂമറേറ്ററിലോട്ട് വരും. അപ്പൊ ആൻസർ എന്താണ് 3 by 5 x raised to 5 by 3 plus x plus c എന്ന് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഇന്റഗ്രൽസ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വേറെ റൂൾസ് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ആയിട്ട് അതിനകത്ത് ചെയ്തു പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അതുപോലെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. x raised to 3 by 2. എങ്ങനെ x raised to 3 by 2 ന്റെ ഇന്റഗ്രൽ വരിക x raised to 3 by 2 plus 1 by 3 by 2 plus 2 into e raised to x ന്റെ ഇന്റഗ്രൽ എത്രയാണ് e raised to x minus 1 by x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് log x. 1 by x ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ log x എടുക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷന് ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ചെറിയൊരു 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാം cosec x into cosec x plus cot x. അപ്പൊ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഈ ഇന്റഗ്രലിനെ എങ്ങനെ കൊടുക്കാം നമുക്ക് cosec square x plus cosec x cot x dx എന്ന് കൊടുക്കാം. രണ്ടും സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സിനോട് വരുന്നതിൽ നോക്കി എന്തായിരുന്നു cot x ന്റെ ഡെറിവേറ്റീവ് എത്രയാ മൈനസ് cosec square x. അപ്പൊ നമുക്ക് പറയാം cosec square x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആരാണ് മൈനസ് cot x. എന്താണ് cosec x ന്റെ ഡെറിവേറ്റീവ് എത്രയാണ് cosec x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec x cot x. അപ്പോൾ cosec x cot x ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എങ്ങനെ പറയാം നമുക്ക് മൈനസ് cosec x. ഒരു മൈനസ് വേണമെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് ഔട്ട്സൈഡിലോട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് ഇതിന്റെ ആൻസർ കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആ നമ്മുടെ 5th ചാപ്റ്ററിലെ ഡെറിവേറ്റീവിൽ പഠിച്ചിരിക്കുന്ന അതേ ഇക്വേഷൻസിനെ തന്നെ ജസ്റ്റ് അങ്ങോട്ട് മാറ്റിയെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്റഗ്രേഷനോട്ട് മാറ്റിയെടുക്കുന്നു. അവിടെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും നമ്മൾ വേറെ അവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതല്ല ഇപ്പൊ ആദ്യത്തെ ഈ പറയുന്ന കുറെ കാര്യങ്ങളല്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കൂടുതലൊന്നുമില്ല. നേരിട്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതായത് sin x plus cos x. sin x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് മൈനസ് sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x കൊടുത്തു പ്ലസ് cos x ന്റെ ഇന്റഗ്രൽ ആകുമ്പോൾ നമുക്ക് sin x കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്ത് നോക്കി 2 minus 3 sin x by cos square x. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇന്റഗ്രേഷനകത്ത് ഏത് റൂൾ ഇല്ല നമുക്ക് കോഷ്യന്റ് റൂൾ ഇല്ല. ഇപ്പൊ കോഷ്യന്റ് ആയിട്ട് വരുന്നവരെ നമ്മൾ അല്ലാതെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ എഴുതാം നമുക്ക് ഇതിനെ 2 by cos square x minus 3 sin
sin x divided by cos square x എന്ന് കൊടുക്കാം. ഓരോ ടേം ഡിവൈഡ് ചെയ്ത് 1 cos x എന്ന് പറയുന്നത് ആരാണ്? sec x ആണ്. അപ്പൊ 1 cos square എന്ന് പറയുമ്പോൾ sec square x ആകും. അപ്പോൾ ഇതിൽ എഴുതാം 2 sec square x minus 3 sin x by cos square. sin x by ഒരു cos എടുക്കുമ്പോൾ അത് tan x ആവും, 1 cos എടുക്കുമ്പോൾ അത് sec x ആവും. അപ്പോൾ ഇവിടെ എത്ര വരും ആൻസർ? sec x tan x എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ ഇതും രണ്ടും ഏതാണ്? സ്റ്റാൻഡേർഡ് റിസൾട്ട് വന്നാണല്ലോ. ഏതാണ്? tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x. അപ്പൊ നമുക്ക് പറയാം sec square x ന്റെ ഇന്റഗ്രൽ ആണ് tan x minus 3. sec x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec x tan x. അപ്പൊ തിരിച്ച് sec x tan x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? sec x plus c എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്പൊ ഡിഫറൻസിയേഷന്റെ കംപ്ലീറ്റ് ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമ്മളിപ്പോ ഈ ആദ്യം ചെയ്തു പോയിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസുകളും എങ്ങനെ ചെയ്യാൻ നമുക്ക് ആ ഡിഫറൻസിയേഷന്റെ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും അതുപോലെ നേരത്തെ sec x ന്റെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ചെയ്യാവുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ്? sec x അതോട് മൾട്ടിപ്ലൈ ചെയ്തു sec square x plus sec x tan x. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് 4/x സ്ക്വയർ. എങ്ങനെ എഴുതുന്നത്? x ക്യൂബ് ബൈ x സ്ക്വയർ പ്ലസ് 5x സ്ക്വയർ ബൈ x സ്ക്വയർ മൈനസ് 4/x സ്ക്വയർ. ടേംസ് ക്യാൻസൽ ആക്കുക. അതെന്ത് ചെയ്തോ? ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡുകളെല്ലാം ഏതാണ്? നമ്മുടെ ഇന്റഗ്രേഷന്റെ ഡിഫറൻസിയേഷന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ നേരെ എന്താണ് ഇന്റഗ്രേഷൻ ഇക്വേഷനോട് വന്നിട്ട് ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാത്രം. അപ്പൊ അതെല്ലാം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബോർഡ് എക്സാമിന് പലതവണ ഇതെല്ലാം മാറി ചോദിച്ചുകൊണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്റഗ്രേഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എപ്പോഴാണ് നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ആർക്കാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൂടെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോസിബിൾ ആവുള്ളൂ. അപ്പൊ ആർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കും. ഇനി ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. ആ കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കാൽക്കുലസിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ വരുന്നതും അത് ഡിഫറൻസിയേഷനിലാവട്ടെ ഇന്റഗ്രേഷനിലാവട്ടെ ഒരിക്കലും അതിനകത്തൊരു ക്ലൂ പോലും തരുന്നില്ല നമുക്ക് എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതിൽ ഏത് മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണോ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളത് ഇന്റഗ്രേഷൻ മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യൻ അതിനൊരു ഇന്റഗ്രേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ ടോപ്പിക് വരുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെ പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. sin mx ഇന്റഗ്രൽ sin mx dx. sin x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. അപ്പൊ ഇവിടെ എക്സിന് പകരം വന്നിരിക്കുന്ന ടേം എന്ന് പറഞ്ഞ ആരാണ്? mx ആണ്. അപ്പൊ നമ്മൾ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? mx-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ mx-ന് നമ്മൾ ഒരു t എന്ന് കൊടുത്താൽ എങ്ങനെയായിരിക്കും ഒരു ഡെറിവേറ്റീവ്? m ഇൻറ്റു ഇത് 1 വന്നില്ലേ? അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു dt ബൈ dx. or dx is equal to dt by m എന്ന് കൊടുക്കാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എത്രയാണ്? sin mx-ന് നമ്മൾ ഒരു t കൊടുക്കുന്നു, dx എന്ന് പറയുന്നത് എത്രയാണ്? dt by m. 1/m is a constant. sin t യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് cos t ആണ്. so it is minus 1/m cos mx എന്ന ആൻസർ കൊടുക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേറെ പലർക്കും ആവശ്യം വരുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെയും നമുക്ക് ഇതിന്റെ ആൻസർ പറയാനായിട്ട് പഠിക്കാം. അതായത് sin 2x ന്റെ ഇന്റഗ്രൽ എത്രയാണ്? മൈനസ് cos 2x ബൈ ആ 2x ന്റെ ഡെറിവേറ്റീവ് ആയി 2 കൊടുത്താൽ മതി. 1/ആയിട്ട് ഓർത്തിരിക്കണം. കാരണം വേറെ പലർക്കും പ്രോബ്ലംസും ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. മനസ്സിലായോ? അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് cos 3x. cos x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആരാണ്? sin x ആണ്. അപ്പൊ cos 3x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്ക് sin 3x ഡിവൈഡഡ് ബൈ ഈ 3x ന്റെ ഡെറിവേറ്റീവ് കൊടുത്താൽ മതി. then once integral of e raised to 2x e raised to x ന്റെ ഇന്റഗ്രൽ e raised to x എന്നല്ലേ? അപ്പൊ e raised to 2x ന്റെ ഇന്റഗ്രൽ എത്രയാണ്? e raised to 2x by 2 ആണ്.
Then what's the integral of sec square 3x minus 1? sec square x ന്റെ ഇന്റഗ്രൽ ആണ് tan x ന്റെ ഡെറിവേറ്റീവ് ആണല്ലോ sec square x. അപ്പൊ sec square x ന്റെ ഇന്റഗ്രൽ ആണ് tan x ആണ്. അപ്പൊ sec square 3x minus 1 ന്റെ ഇന്റഗ്രൽ ആര് വരും നമുക്ക് tan 3x minus 1 divided by ഈ 3x minus 1 ന്റെ ഡെറിവേറ്റീവ് വരും. അപ്പൊ അതുപോലെ ഈ എക്സിന് പകരം ഇവിടെ ആരാണോ വന്നിരിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്നൊന്നുമില്ല. ആ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഇക്വേഷൻ കൊടുക്കുക. എന്നിട്ട് എക്സിന് പകരം അവിടെ ആരാണോ വന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ വരും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴും പഠിക്കുന്നുണ്ട്. അത് രണ്ടും അങ്ങോട്ടും മാറിപ്പോകരുത്. sin 2x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാ പറയാ cos 2x into 2 ആണ് വരിക. പക്ഷെ ഇന്റഗ്രൽ ആവുമ്പോൾ എന്താവും മൈനസ് cos 2x by 2 ആവും. അപ്പോഴും നമ്മൾ എക്സിന് പകരം അവിടെ ആരാണോ വന്നത് അതിന്റെ ഡെറിവേറ്റീവിനെ ഡിഫറൻസിയേഷനിലാണെങ്കിൽ ആ കോൺസ്റ്റന്റ് ഇൻഡ് ചെയ്യുക, ഇന്റഗ്രേഷനിലാണെങ്കിൽ ആ കോൺസ്റ്റന്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതാണ് ഡിഫറൻസിയേഷനിൽ ചെയ്യുമ്പോഴും ഇന്റഗ്രേഷനിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തമ്മിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി sin tan inverse x divided by 1 plus x square. ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും? അതിന് നമുക്ക് ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അല്ലെ. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by 1 plus x square. അപ്പൊ tan inverse x ന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആർക്ക് കൊടുക്കാം tan inverse x ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ tan inverse x ന് ഒരു t എന്ന് കൊടുത്താൽ വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് tan inverse x 1 by 1 plus x square dx is equal to dt. റൈറ്റ് സൈഡിലെ dt by dx നമ്മൾ dx ക്രോസ് ചെയ്ത് എടുക്കുന്നതാണ്. അത് ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഇന്റഗ്രൽ sin tan inverse x divided by 1 plus x square dx. ഇതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഈ dx divided by 1 plus x square എന്നുള്ളതിൽ നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം dt കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും ഇന്റഗ്രൽ വരിക പറയാം ഇന്റഗ്രൽ sin tan inverse x ന് t കൊടുത്തു, dx by 1 plus x square ന് dt കൊടുത്തു. സോ അത് സിമ്പിൾ ഫോർമുല ആയിട്ട് മാറി sin t ആയിട്ട് മാറി. സോ വാട്ട്സ് ദ ഇന്റഗ്രൽ ഓഫ് sin t minus cos t. സോ ദ ആൻസർ ഈസ് minus cos t plus c. സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എത്ര വരും ആൻസർ minus cos t ക്ക് പകരം എത്രയാണ് വരിക tan inverse x plus c എന്ന് കൊടുക്കാം. അപ്പൊ ആർക്കാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് കൂടെ എവിടെ ഉണ്ടായിരിക്കണം അതിനകത്ത് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ബോർഡ് എക്സാമിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ പറയുന്ന നമ്മുടെ ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ tan raised to 4 root x sec square root x by root x. ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും? നമ്മൾ നോക്കിയാൽ അറിയാം tan root x ന് ഒരു t കൊടുത്താൽ what's the derivative of tan x sec square x. അപ്പൊ tan root x വരുന്ന എത്ര വരും നമുക്ക് നോക്കാം sec square root x into root x ന്റെ ഡെറിവേറ്റീവ് ആയ 1 by 2 root x. ഇതാണ് നമ്മളുടെ dt by dx എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഈ tan raised to 4 root x tan root x ന് നമ്മൾ t എന്ന് കൊടുത്താൽ tan raised to 4 root x എന്ന് പറയുന്നത് t raised to 4 ആവും. ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടെ sec square root x by root x. ദാ ഇവിടെ നോക്കൂ sec square root x by root x. ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. അപ്പൊ നമുക്ക് ഇതിന് എഴുതാമല്ലോ sec square root x by root x dx is equal to എത്രയാണെന്ന് പറയാം 2dt എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് ഈ sec square root x by root x dx അതിനെ നമുക്ക് 2 എടുത്ത് 2dt എന്ന് കൊടുക്കാം. അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നത് tan root x എന്ന് പറയുന്നത് t ആണ്. അപ്പൊ tan raised to 4 root x എന്ന് പറയുന്നത് എത്ര വരും t raised to 4 sec square root x by root x എടുക്കുമ്പോൾ അത് 2dt. So that's equal to 2 into t raised to 4 ന്റെ എത്ര വരും t raised to 5 by 5 plus c. So the final answer is 2 by 5 t raised to 5. That is tan raised to 5 root x plus c എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം.
അപ്പോൾ ആർക്കാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ പോലും അതിൽ എന്ത് ചെയ്താൽ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ലീസ്റ്റ് ഫോമിൽ ഒരൊറ്റ സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ആൻസർ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇന്റഗ്രൽ 2x sin x square plus 1. നേരത്തെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ഇവിടെ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുക നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കാം. എന്തുകൊണ്ടാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 1 അതിന് ടി കൊടുത്താൽ 2x dx is equal to dt. അപ്പോൾ ഈ 2x ഉം ഈ dx ഉം കൂടെ ഒരുമിച്ച് വായിച്ചാൽ അത് dt ആവും. So this integral become sin t dt. What's the integral of sin t? Minus cos t. So it is minus cos t plus c. So minus cos x square plus 1. മനസ്സിലാവുന്നുണ്ടോ? ഇന്റഗ്രേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ചെയ്തത്? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഒന്നും നമ്മൾ ഇന്റഗ്രേഷൻ പറഞ്ഞിട്ടില്ല. ആരുടെ മാത്രമേ പറഞ്ഞുള്ളൂ? സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയും നമുക്ക് 4 ടൈപ്പിലുള്ള അല്ലെങ്കിൽ ടാന് കോട്ട് സീക്ക് കൊസീക്ക് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കിടപ്പുണ്ട്. അപ്പൊ അവരുടെയും നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം ഇന്റഗ്രേഷന്റെ വാല്യൂസ് ഒക്കെ എടുക്കണം. ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയാം. ഇന്റഗ്രൽ x square minus 2x plus 1 ഒരു ഡിനോമിനേറ്റർ കൊടുത്തു. ഇതൊരു 2x minus 2 ഇങ്ങനെ കൊടുത്തു. ഡിനോമിനേറ്റർ കിടക്കുന്നത് x square minus 2x plus 1 ആണ്. ഞാൻ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ x square minus 2x plus 1 ഒരു t എന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് എത്ര വരും? x square ഡെറിവേറ്റീവ് 2x, ഇവിടെ 2x ഡെറിവേറ്റീവ് 2, ഇത് 0 അല്ലെ. സോ dx that equal to dt. അപ്പോൾ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് dt ആയിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? അത് ഇന്റഗ്രൽ dt by t എന്ന് വരും. 1/t യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? log t ആണ്. So this becomes log modulus t plus c. So the final answer log modulus x square minus 2x plus 1 plus c എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്, അതായത് പിന്നീട് നമ്മൾ വലിയ വലിയ ഇന്റഗ്രൽസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നതാണ് integral of f dash of x by f of x. That means ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കാതെ നമ്മൾ നമ്മുടെ ആൻസർ പരിശോധിക്കണം. log modulus f of x ആണ്. That means integral f dash of x by f of x. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്കിൽ ഇന്റഗ്രേഷനും സബ്സ്റ്റിറ്റ്യൂഷനും ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ അതിന്റെ ആൻസർ പറയാൻ പറ്റണം. ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡുലസ് എഫ് ഓഫ് എക്സ്. നമ്മൾ പിന്നീട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോഴും സ്പെഷ്യൽ ഇന്റഗ്രൽസ് ചെയ്യുമ്പോഴും എല്ലാം ഒരു ഇന്റഗ്രലിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി വരും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് അതിനകത്ത് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പറഞ്ഞതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുത്ത് ചെയ്തു പോകാനുള്ള സമയമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡുലസ് എഫ് ഓഫ് എക്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ കിടക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സും ഡിനോമിനേറ്ററിനകത്ത് ഒരു റൂട്ട് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മൾ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു. എന്താണ്? ഈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ടി കൊടുത്തു. അപ്പൊ ഈ ന്യൂമറേറ്ററിനായിട്ട് മാറി ഡി ടി ആയിട്ട് മാറി. അപ്പൊ നമ്മൾ നോക്കാം ഈ പറയുന്ന ഡി ടി ഡി ടി തന്നെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്? ഇന്റഗ്രല് ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ടി വരും. റൂട്ട് ടി എന്ന് പറയുന്നത് ടി റൈസ് ടു 1/2 ആണ്. സോ ഇന്റഗ്രൽ ടി റൈസ് ടു മൈനസ് 1/2 dt. ഇത് ന്യൂമറേറ്ററിലോട്ട് എടുത്തു. ടി റൈസ് ടു മൈനസ് 1/2 ഇന്റഗ്രൽ എങ്ങനെ വരിക? ടി റൈസ് ടു മൈനസ് 1/2 പ്ലസ് 1. സോ ഇറ്റ് ഈസ് 1/2 ബൈ 1/2 പ്ലസ് സി. ഈ 2 മേലിൽ വരുമ്പോൾ ഇത് 2 റൂട്ട് ടി എന്ന ആൻസർ കൊടുക്കുക. ടിക്ക് പകരം ഈ ഡിനോമിനേറ്റർ എടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ ഒരു റൂൾ പറയാമല്ലോ. ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു
നമുക്ക് മുന്നോട്ടുള്ള പല പ്രോബ്ലംസുകളും ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് റൂൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പിന്നീട് ചെയ്യുന്ന ഹയർ ഓർഡർ ഇന്റർവെൽസ് നമ്മൾ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് ഏതെങ്കിലും സ്റ്റെപ്പിലായിരിക്കും ഇത് വരുന്നത്. അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു പോകാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓർത്തിരുന്നാൽ മതി, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെങ്കിൽ ഒറ്റ സ്റ്റെപ്പിന് ആൻസർ കൊടുക്കാം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ട. ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ. ഇനി ഡിനോമിനേറ്ററിന്റെ റൂട്ട് എഫ് ഓഫ് എക്സ്, ആ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടാതെ തന്നെ നമുക്ക് അത് ഇന്റർവ്യൂവിൽ പറയാൻ പറ്റും. എങ്ങനെയാണ്? 2 റൂട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അത് നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് കിടക്കുന്നൊന്നുമല്ല, എന്നാലും ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ tan x, cot x, sec x, cosec x ഇതിന്റെ എല്ലാം ഇന്റർവൽസുകൾ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? tan x ന്റെ ഇന്റഗ്രൽ ഒന്ന് നോക്കാം. tan x dx. tan x നെ നമുക്ക് എഴുതാം sin x by cos x എന്ന് കൊടുക്കാം. tan x നെ നമ്മൾ എങ്ങനെ കൊടുത്തു? sin x by cos x. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന cos x, cos x ന്റെ ഡെറിവേറ്റീവ് ആണ് ഈ sin x വരുന്നത് എങ്കിൽ ലോഗ് ടാൻസ് കൊടുക്കാം. പക്ഷെ cos x ന്റെ ഡെറിവേറ്റീവിൽ എന്ത് വരും? നമുക്ക് മൈനസ് sin x വരും. അപ്പൊ നമ്മളിവിടെ ഒരു മൈനസ് ഔട്ട്സൈഡിൽ ഇതായി ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഈ ഔട്ട്സൈഡ് കിടക്കുന്ന മൈനസ് ഇവിടെ നിൽക്കട്ടെ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ന്യൂമറേറ്ററിൽ ഉള്ളത് കൊണ്ട് അതിന് എങ്ങനെ ആൻസർ കൊടുക്കാം? ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, സോ ഇവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഇത് ലോഗ് മോഡുലസ് cos x raised to -1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ലോഗ് 1 by cos x ആകും. 1 by cos x എന്ന് പറഞ്ഞാൽ അത് sec x ആണ്. സോ ഇറ്റ് ഈസ് ലോഗ് മോഡുലസ് sec x. നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു വെക്കണ്ട, ഡിറൈവ് ചെയ്യാനും പഠിക്കണം, ഒപ്പം ബൈ ഹാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് tan x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ആരാണ്? ലോഗ് മോഡുലസ് sec x ആണ്. നമ്മള് sin x ന്റെ cos x ന്റെ മാത്രമാണ് നമ്മുടെ ഡെറിവേറ്റീവിന് നേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഇന്റർവൽസുകളെല്ലാം നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് tan x ന് പകരം cot x ആയിരുന്നു എങ്കിലോ, tan x ന് പകരം cot x ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ? cot x നെ നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത്? അത് cos x by sin x ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, sin x ന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് ആൻസർ പറയാം. എന്തായിരിക്കും വരുന്നത്? ലോഗ് മോഡുലസ് sin x എന്ന് വരും. അപ്പൊ ഈ രണ്ട് റിസൾട്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഏതാണ്? ഇന്റഗ്രല് cot x dx എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് sin x ഉം ഇന്റഗ്രല് tan x dx എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് sec x. ഇതുപോലെ രണ്ട് ഇന്റഗ്രൽ കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ അങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഏതായത് രണ്ട് റിസൾട്ട് കൂടെ വരുന്നത്? ഒന്ന് sec x ന്റെ ഇന്റഗ്രലിലോട്ട് പോകും. അതായത് ഇന്റഗ്രല് sec x dx. sec x നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഫ്രാക്ഷൻ ആക്കാൻ പോയത് 1 by cos ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് ഒന്നും വരില്ല. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു sec x plus tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യാം? നമ്മൾ ഒരു sec x plus tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ വരും നോക്കാം. sec square x പ്ലസ് sec x tan x എന്ന് വന്നു ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ഇതുപോലെ തന്നെ നിൽക്കട്ടെ, sec x പ്ലസ് tan x. നോക്കൂ, ഈ sec x ന്റെ ഡെറിവേറ്റീവ് ആരാണ്? sec x tan x. tan x ന്റെ ഡെറിവേറ്റീവ് ആരാണ്? sec square x. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കൊടുക്കാമല്ലോ. ലോഗ് മോഡുലസ് sec x പ്ലസ് tan x എന്ന ആൻസർ കൊടുക്കാം. അപ്പൊ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യുന്ന മറ്റൊരു റിസൾട്ട് ആണ് sec x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? ലോഗ് മോഡുലസ് sec x പ്ലസ് tan x. അപ്പൊ ഒരു റിസൾട്ട് കൂടെ പറഞ്ഞാൽ നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും എന്താണ് നമുക്ക് അതിന്റെ ഫൈനൽ ആൻസറോട് വരും. അപ്പൊ സൈനും കോസും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ tan x പറഞ്ഞു, cot x പറഞ്ഞു, sec x പറഞ്ഞു. ഇനി ഒന്നുകൂടെ എന്ത് ഉള്ളൂ അതിനകത്ത്? ഏതാണ് അടുത്ത് പറയുന്നത്? cosec x. ഈ പ്രോബ്ലം ചെയ്യാൻ ഇക്വേഷനും ആവശ്യമുണ്ട്. cosec x dx. ഈ cosecനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയ 1 by sin വരുന്നേ ഉള്ളൂ. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? cosec x നെ ഒരു cosec x മൈനസ് cot x കൊണ്ട് അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. cosec x മൈനസ്
cot x. So this numerator becomes cosec square x minus cosec x cot x divided by cosec x minus cot x എന്ന് കിട്ടും. ഇപ്പൊ നോക്കിയോളൂ, cosec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് cosec x cot x. cot x ന്റെ ഡെറിവേറ്റീവ് ഇവിടെ മൈനസ് ഉണ്ട്, അപ്പൊ cosec square x. അപ്പൊ നമുക്ക് ആൻസർ കൊടുക്കാമല്ലോ, log മോഡുലസ് cosec x മൈനസ് cot x. ഇപ്പൊ ഇതോടെയാണ് ഇപ്പൊ നമുക്ക് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും റിസൾട്ടുകൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. sin x ന്റെ cos x ന്റെ മോഡൽ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് പറഞ്ഞു. ബാക്കി tan cot sec cosec ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എളുപ്പം ഒരു പറഞ്ഞു, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ വരുന്നതെങ്കിൽ അതിന്റെ ആൻസറിനെ ലോഗ് വെച്ച് എഴുതിയാൽ മതി എന്ന് പറയും. അപ്പൊ ഇത്രയും വരുമ്പോൾ നമ്മുടെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കൂടുതലായിട്ട് കുറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.